പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നുവെന്ന് പരാതി. ഗുരുതര അണുബാധയുണ്ടായിട്ടും മതിയായ ചികിത്സ നൽകിയില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് DMO പ്രതികരിച്ചു. 9 വയസ്സുകാരി പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. സെപ്റ്റംബർ 24-നാണ് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് വീണു പരിക്കേറ്റത്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ട് വിട്ടയച്ചു. വേദന കൂടിയതോടെ 25-ന് വീണ്ടും ചികിത്സ തേടി. കൈയൊടിഞ്ഞാൽ വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയച്ചു. ആശുപത്രിയുമായി നിരന്തരം ബന്ധപ്പെടുമ്പോഴും ചികിത്സാ സൗകര്യം ഉറപ്പാക്കിയില്ലെന്ന് അമ്മ പ്രസീത 24-നോട്. അവര് നോക്കിയില്ല, നേരെ നോക്കിയില്ല, അത്രേ പറയാനുള്ളൂ. അവർ നോക്കിയതാണെങ്കിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം കയ്യിൽ എന്താണ് പറഞ്ഞാൽ ഈ കുത്തിയത് അവർ നേരെ നോക്കണം. കല്ലോ എന്തെങ്കിലും പൊടിയുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ അടിക്കുന്ന അവർക്ക് അറിയാലോ. അവരത് നോക്കിയില്ല, പഴുപ്പ് കയറിപ്പോയി. ഇനി പറ്റില്ല. എന്താണ് പറഞ്ഞാൽ കൈ പോയി, അത്ര തന്നെ. കൈ മുറിച്ചു മാറ്റി. സ്ഥിതി ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചു. തുടർന്ന് കൈ മുറിച്ചു മാറ്റി. പരിശോധനാ ഘട്ടത്തിൽ പ്രശ്നങ്ങളുണ്ടായില്ലെന്നും വീഴ്ച സംഭവിച്ചെന്നും പാലക്കാട് DMO TV റോഷ്. എന്തായാലും വിശദമായിട്ടുള്ളൊരു അന്വേഷണം വേണം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കർശനമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കർശനമായ നടപടി സ്വീകരിക്കാനായിട്ടുണ്ട്. പ്രശ്നം കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിയതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.